അത് നമ്മൾ എവിടേക്കാ പോണേ? ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ തായിഫിലേക്ക് പോവാണ്. ബസ്സിലാണ് പോണേ. വെള്ളിയാഴ്ച മാത്രമേ തായിഫിലേക്ക് ബസ്സുള്ളൂ. തായിഫിലേക്ക് പോവാണ്. ഇനി സൗണ്ട് കുറച്ചിട്ടാണ് പറയുന്നത്. ബസ്സിലൊക്കെ ആൾക്കാരുണ്ട്. അങ്ങനെ തായിഫിലേക്ക് പോവാണ്. അസോമോളെ എനിക്ക് വലിയ ഇഷ്ടമില്ല ബസ്സിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ പോകാനായതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നൊരു യാത്ര ചെയ്താൽ എനിക്ക് എന്തെങ്കിലും സുഖം വരും. അപ്പോൾ അസോമോളെയും കൂട്ടി നമ്മൾ പപ്പക്കൊരേ നിർബന്ധം മോളെയും കൂട്ടി എനിക്ക് മൃഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം, അത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കാണിച്ചു കൊടുത്തോട്ടെ. ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് വരിക അറിയില്ല. ഓള് പിന്നെ വലുതാവും, അതിൻ്റെ മുന്നേ എനിക്ക് ഓക്കെ കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ രാവിലെ തന്നെ തായിഫിലേക്ക് പോവാണ്. 6:30 ആയപ്പോൾ. ഇനി ഫുഡൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. രാവിലത്തെ ഫുഡ് ഇപ്പോൾ ഒരു സാൻഡ്വിച്ചാണ്, ഓരോരുത്തർക്ക് ഓരോന്ന്. പിന്നെ ഉച്ചക്ക് ബിരിയാണി ഉണ്ട്, 3 നേരം ഫുഡുണ്ട്. അങ്ങനെ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അവിടുത്തെ വിശേഷങ്ങൾ. ഓക്കെ ബൈ. ഇതാ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. അത് ഇഷ്ടമാണ്. മോളിതാ ഫോണ് കാണാന്. പിന്നെ രാജമോള് നമ്മളെടുത്ത് നിന്ന് ഓരോടത്തേക്ക് പോയി അവിടുന്ന് ഇങ്ങോട്ടും അങ്ങനെ കളിക്കുകയാണ്. അവിടെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഓരേ വെറുപ്പിച്ചോന്ന് പറഞ്ഞ്. വരുമ്പോൾ ഉംറ ചെയ്യാൻ വേണ്ടി ഹീറാൻ കെട്ടിയ പള്ളിയാണ്. ഓക്കെ ഗൈസ്, ഒന്ന് ഫ്രഷായി പിന്നെ ഒന്ന് പുറത്തിറങ്ങി. നല്ല വെയിൽ. നിസ്കരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. കിണർ കാണാൻ പോവാണ്. കിണറുകളൊക്കെ ഉണ്ട്. രണ്ടാളെ സ്കേർട്ടാണ് ഇട്ടത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇട്ടതാണ്. നാട്ടിൽ പോകുമ്പോൾ ഞാൻ എന്ത് തേങ്ങ എടുത്തിടും. കിണർ ഈ കിണറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജീറാനിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി ജീറാൻ കെട്ടാൻ വേണ്ടി വന്ന സമയത്ത് ഉപയോഗശൂന്യമായിട്ടുള്ള വെള്ളമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മനീര് ഒറ്റിക്കുകയും അത് ഉപയോഗപ്രദമായ വെള്ളമാവുകയും ചെയ്തു. കൊറോണ മുമ്പൊക്കെ നോക്കണമായിരുന്നു. ചെറിയ കുണ്ടുള്ളൂ, ചെറിയ കിണറാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാഭത്തും ഉംറയ്ക്ക് ജീറാൻ കെട്ടിയത് വെള്ളം ചെയ്യുകയും ചെയ്തു. സാധനത്തിൻ്റെ മക്കളാണ് ഇവിടെ ഉള്ളത്. പിന്നെ പഴയ ആദ്യത്തിലായതുകൊണ്ട് സാധനത്തിന് പേരൊന്നും ഇവിടെ അങ്ങനെ സാധനത്തിൻ്റെ മക്കളോടെ ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ അയച്ചാൽ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. തായിഫിലെത്തിയിട്ടുണ്ട്. ഡോറൊക്കെ ജനാലകളൊക്കെ നോക്കി നല്ല രസമുണ്ട്. ഈ മൽബറി ഉണ്ട് ഇതിൻ്റെ കഷണം. പൊട്ടുതാ നല്ല മധുരം. ഇതൊക്കെ ഒരു പഴയ കല്യാണ വീട്ടിൽ പോയ വൈബ്.
എടുത്ത് ഞാൻ വല്ലാഹി ഞാൻ തിന്ന് സത്യമായിട്ട് ഒരു ടെസ്റ്റ് ചെയ്യാൻ തരും ഫസ്റ്റ്. മുന്തിരിയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തരായിരിക്കും. നബിക്ക് വേണ്ടുന്നതാണ് മുന്തിരി പറിച്ചത്. മുന്തിരിയല്ല ഗേസി. ഇപ്പൊ ഇതെന്താ? മൾബറി അല്ല, ഇത് വേറെന്താണ്? ഇത് കാബേജ്. ആ കാബേജ്, കോളിഫ്ലവർ. ഇത് ഗോബി. ഗോബി എനിക്ക് മൽബറിന് വേണം. എനിക്കൊരു സ്ട്രോബെറി ഉണ്ടോ? എനിക്ക് വേണ്ടുന്ന പോവാൻ തോന്നില്ല അവർക്ക്. ഞാൻ വാങ്ങി റസൂലുള്ളാഹിന്റെ മുകളിലേക്ക് ഇണ്ടിടാൻ നോക്കി. ആ സമയത്ത് ആ അടിയിലെ പാർക്കന്റെ കടന്നു വരും. വലിയ പാർക്കല്ലേ പള്ളി കണ്ട് വേഗം പോലും. ഇത് 2 മിഹ്റാബാ ഉള്ളത്. ചൂട് സമയം നമ്മൾ പാർക്കിലേക്ക് ഫുഡ് കഴിക്കാൻ വരികയാണ്. അരമണിക്കൂറാണ് അവർ തന്നത്. അപ്പോൾ ഫുഡ് എടുക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് അജമൊക്കെ കുറച്ചുകൂടെ കളിക്കണം. അതിനുള്ള ടൈം ഉണ്ടോ അറിയില്ല. അവിടെയാണ് പാർക്കൊക്കെ. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഏരിയ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് കളിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പോവും. എന്നാലും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കിട്ടി. ഓറ് ഫുഡ് വാങ്ങിയപ്പോൾ വരൂ. വാ ഇരിക്കി. നിതത്താത്തിൻ്റെ അടുത്താ? നിതത്താത്തിൻ്റെ അടുത്ത് ഇപ്പൊ ഒരു കാക്ക വരൂ. പാർക്ക് കണ്ടിട്ട് ഇങ്ങനെ ഓടാ മുട്ടി നിക്കാണ്. ആയില്ല മോളെ, ചോറൊക്കെ തിന്നിട്ടാണ് പാർക്കിൽ പോവാ. ആ ഫുഡ് കിട്ടിയോ? അല്ല ഇവരിപ്പോ ഇതിലെങ്ങനെ വന്നാ അസുവ. വേണ്ട പൊയ്ക്കോളൂ. ഫുഡൊക്കെ കിട്ടി. ബിരിയാണി, പായസം ഉണ്ട്. പായസം, തൈര്. വിശക്കൂല എനിക്ക്. പാർക്ക് കണ്ടിട്ടാ ഇങ്ങോട്ട് നീക്ക്. പപ്പ ഇവിടെ ഇരുന്നോട്ടെ. ഭക്ഷണം കഴിച്ചിട്ടേ വെള്ളാക്കിയാൽ ഈ വെള്ളത്തിൽ ചോറൊക്കെ പാർക്ക്. ചോറ് അത് പാർക്കല്ലേ. എന്നിട്ട് ഞാൻ തട്ട കൈ മാറ്റ്. ഇതെന്തൊരാള് ഒരു ചോറിന് കൊറേ ഉണ്ട്. അടുത്ത പൊട്ടിച്ചിട്ടല്ല. ചിക്കൻ ബിരിയാണി. നിങ്ങള് ബീഫല്ലേ പറഞ്ഞ? എല്ലാരും ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ ജോഹർ സാദത്തിന്റെ പേരാണ്. എല്ലാം എന്റെ ബാപ്പ ഉണ്ടാക്കിയത്. എല്ലാം നിങ്ങളെ ബാപ്പ ഉണ്ടാക്കിയത്. എവിടെ കൈ പോയോ? വാപ്പ കാണുമ്പോ പറയും ഇതൊക്കെ എന്റെതാ മോനെ. നമ്മളങ്ങനെ മ്യൂസിയത്തിലെത്തിയിട്ടുണ്ട്. ആരാവുക? പഴയ ടി വി, പഴയ ഡ്രസ്സൊക്കെ. ആ ടി വിയോ? എന്താ അവിടെ പോയേക്കാം. പണ്ടത്തെ ടോയ്ലറ്റ് അവിടെ.
ആണേ വീഡിയോ എടുത്തന്നെ ഇതൊക്കെ ആരാ അതൊക്കെ പറഞ്ഞെടുക്ക്. നൂർജഹാൻ അത് ഉമ്മയുണ്ട് മറ്റേ ആഴ്ച. എൻ്റെ മോക്ക് ഈ ഭാഗം ഇഷ്ടമായിരിക്കുന്നത് പണ്ടത്തെ ഡ്രസ്സ്. ഇത് ഡ്രസ്സുകളല്ലേ ഉണങ്ങിയൊക്കെ തിരികൊന്നുമില്ല. ഇതൊക്കെ പാത്രങ്ങള് പണ്ടത്തെ ബിരിയാണി ചെമ്പ്. ഇത് ബാഗാണ്. പാത്രങ്ങള് ഇത് 5 റിയാൽ കടയുണ്ടോ അല്ലേ? 5 റിയാൽ കടയുള്ളത് 5 രൂപ കടയിൽ. ആ ശരി, അന്നാ കടയിൽ നിന്ന് വാങ്ങിയേക്ക്. 5 റിയാൽ കടയിൽ നിന്ന് നല്ല വൃത്തിയുള്ള പാത്രങ്ങൾ. ഇതാ പുഡിങ്ങിന്റെ പാത്രം. അല്ല, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ ഇപ്പൊ അത് ട്രെൻഡായി വന്ന്. നിങ്ങൾക്ക് ഗ്ലാസ് ഒക്കെ ജ്യൂസ് അടിക്കുന്നേ? ഇതൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ഐറ്റംസാ. അയൺ ബോക്സ് ഒക്കെ ആൾക്കാരൊന്നും ഉമ്മിക്കരി വെച്ചല്ല പല്ലി ചീനത്, ബ്രഷ് വെച്ചിട്ടാണ്. ഇത് അലാവുദ്ദീൻ ഇത് മെഡിക്കൽ ഷോപ്പത്തെ സാധനങ്ങൾ, മെഡിക്കൽ ടൂൾസ്. ഞാൻ എന്താ എൻ്റെ എക്കോ പൗഡറെല്ലാം എടുക്കോ? കോൾഗേറ്റ് ഉണ്ടായിരുന്നു, ബേബി ബോൾസ് ഉണ്ടായിനി. ഞാൻ അവിടെ നിന്ന് ഒച്ചയൊക്കെ ഹസ്ബൻഡ്. അവിടെയൊക്കെ പോയി വന്നോ? അമ്മിക്കല്ല്. ഇത് കട്ടില അല്ല, അത് ഒറിജിനൽ ടോയ്ലറ്റ് ആണോ നോക്ക? സത്യം പറ. ആ ആണ് തോന്നുന്നില്ലേ? സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്, കുറച്ചുറങ്ങിയെങ്കിലും. അത് നല്ല ഉറക്കാ ഗൈസ്. കാണിച്ചു തരാൻ പോണേ. ഏതോ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വന്ന കാണിച്ചു തരാൻ പോണേ. താഴത്തുണ്ടാക്കണം കമ്പനിയിൽ പേടാണ്. പെർഫ്യൂം കമ്പനി, നല്ല മണം. നമ്മളിതാ സ്ട്രോബെറി പാർക്കിലേക്ക് വന്നാണ്. ഞങ്ങൾ പറഞ്ഞ സൂ നോക്കാം. ഇത് റെഡ് കളറുള്ള ഫുള്ള് റെഡ് കളറായിട്ടുള്ളൊരു
ഒക്കെ തല തിരിച്ചിട്ട് വെച്ചതാണ്. ഇതൊക്കെ തല തിരിച്ച മാതിരിയുള്ള വീടാണ്. തലയത്തിലേക്ക് പോണ ഫീൽ. അല്ല, നമ്മള് മൃഗങ്ങൾ എടുത്തേക്കല്ലേ. സ്ട്രോബെറിയിലിരിക്കും. ഇത് സ്ട്രോബെറികളാണ്. അപ്പോൾ അതാ നിറച്ച് സ്ട്രോബെറികളാണ് ഇവിടെ ഉള്ളത്. അല്ല സോറി, മൽബറികളാണുള്ളത്. അപ്പോൾ കുറേ പറിച്ചിട്ടുണ്ട്. നിതൻ്റെ കയ്യിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ഞങ്ങൾ കഴിക്കുകയും ചെയ്ത് അവിടുന്ന്. കയ്യിലൊക്കെ കറാണ്. സൂവിലെത്തിയിട്ടുണ്ട്. ഞാനൊക്കെ ഉറക്കത്താണ് ഗൈസ്. കുതിരൊക്കെ ഉണ്ട് ഇവിടെ. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഉറക്കം. അസീം പപ്പയൊക്കെ ടീഷർട്ട് മാറ്റിക്കുന്ന. ഹായ്, നല്ല തണുത്ത കാറ്റുണ്ട്. സർക്കസ് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ട് ഇവിടെ. ആനാണ് ഗൈസ്. അങ്ങനെ കുഴങ്ങി ഗൈസ്. ഇനിയിപ്പോ തായഫിത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഫുഡ് തരും, അത് കഴിക്കും. പിന്നെന്താ, പിന്നെ ഇനിയൊന്നും കാണാനില്ല. ഫുഡ് തരും, അത് കഴിക്കുന്നു, വണ്ടിയിൽ കിടന്നുറങ്ങുക. പിന്നെ തിരിച്ച് റൂമിൽ 1 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തുക. 1 മണി 1:30 ഒക്കെ ആവും. ഇപ്പോൾ 7 ആയിട്ടുണ്ട്.